സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ ചെയ്തേരെ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ ബട്ടർ മസാല. അപ്പം പനീർ ഞാനിത് ക്യൂബ്സായിട്ട് വാങ്ങിച്ചതാണ്. ഒരു 200 ഗ്രാം ഉണ്ട്. നമുക്കിന്ന് ചപ്പാത്തിക്കുള്ള കറിയാണ്. അപ്പം നോക്കിക്കോളൂ. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തക്കാളി. ഇത് 2 എണ്ണം വേണമെന്നില്ല, എങ്കിലും ഞാൻ എടുത്ത് നമ്മുടെ ഓക്കെ. അപ്പം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ കിച്ചൺ ട്രഷേഴ്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഏത് വേണമെങ്കിലും എടുക്കാം. അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു ഇച്ചിരി ഫ്രഷ് ക്രീമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. മനസ്സിലായേ? പച്ചമുളക് എന്തുകൊണ്ട് ഈ പച്ച മുളകല്ലേ ഈ കളർ എടുത്തേക്കുന്നത്, എനിക്കത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ എടുത്ത് കഴിക്കും. ഇവിടെ എരി കുറവ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സവാള ഒരു കുനുകുന അരിഞ്ഞ്, നമ്മുടെ ടൊമാറ്റോയും കുനുകുന അരിയട്ട്. ഓക്കെ, അരിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ. അപ്പം എല്ലാം ഞാൻ അരിഞ്ഞ് ഞാൻ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഗ്യാസ് ഓണാക്കി കൊടുത്ത് ഞാൻ കടായിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നറിയാവോ? കുറച്ച് ബട്ടർ ഇടാം. ചൂടാവുമ്പോൾ ലേശം ബട്ടർ ഇട്ട് ബട്ടർ പനീർ മസാലയെന്നോ അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എടുക്കാം. അപ്പം അത് ചെറുതായിട്ട് ഉരുകുന്നുണ്ട്. ഇതിനകത്താണ് ഞാൻ എല്ലാ സാധനവും ഒന്ന് വഴട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. മൊത്തം അതിലെടുക്കാതെ ഇത് കുറച്ച് റിച്ച് ആയിക്കോട്ടെ. എന്തായാലും നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ റിച്ചായിട്ട് കഴിക്കത്തുള്ളൂ. അപ്പം കിടക്കട്ടെ. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതെന്താ കാര്യം എന്നറിയാം, ഇതിനകത്ത് വെള്ളമയം കാണത്തില്ലേ. അപ്പം അത് ആദ്യം ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ വേറെ ഒരു വിശേഷമുണ്ട്. നമ്മുടെ കൊല്ലക്കാർക്ക് വേണ്ടിയിട്ട് കൊല്ലം കൊട്ടിയത്ത് ലുലു മോള് വന്നിട്ടുണ്ട്. ലുലുന്നാണ് സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചത്. ലുലുവിൽ ഒരുപാട് കറങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം ഞാൻ ലുലുന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, കുറച്ച് ചേർക്കാം. കാരണം ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നില്ല. കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടല്ലോ. ഇച്ചിരി ഒന്ന് മാറുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് നല്ല മണമാണ്. ബട്ടറിനകത്തല്ലേ ഇതാക്കുന്നത്. അപ്പോൾ ഇച്ചിരി തീ അങ്ങ് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും കൂടെ ഇതിനകത്ത് ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചത് കയ്യിൽ ഇത് ട്രൈപോഡ് വെച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ. ഇത് കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുകയേ ചെയ്യരുത് കേട്ടോ. അതിൻ്റെ രീതിയേ മാറും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഓക്കെ. ഇപ്പോൾ കണ്ടല്ലോ, ഇത് ഒരല്പ ക്ഷമ, നന്നായിട്ട്, അല്പമല്ല നന്നായിട്ട് ക്ഷമ വേണം. ഇതിൻ്റെ കളറ് നല്ല ഒരിത്തിരി ബ്രൗൺ ആവണം. ബ്രൗൺ മീൻസ് നല്ല ട്രാൻസ്പെറൻ്റ് ആവണം, നല്ല വഴളണമെന്നാണ് മീനിങ് അതിൻ്റെ. ഓക്കെ. അപ്പം അങ്ങനെ വേണം, നല്ല വഴണ്ട് വരണം. ഓക്കെ. അപ്പം നല്ല വഴളട്ടെ. ഓക്കെ. അപ്പോൾ ആ സമയത്തിന് ഞാൻ ഇതൊന്ന് പ്യൂരി ആക്കാം. ഓക്കെ. ഇത് പ്യൂരി ആക്കണം.
പിന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് പേസ്റ്റ് ആക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പണിയുണ്ട്. ആ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 പീസ് ഇടുന്നുള്ളൂ കേട്ടോ. ഭയങ്കരമായ എരിയ കേട്ടോ. അതുകൊണ്ട് 2 പീസ് ഇടുന്നു. ഇതിപ്പോൾ എല്ലാം ആയി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഭയങ്കര എരിയായിരിക്കും പച്ചമുളക്. എരി വേണമെന്നവർക്ക് ഇഷ്ടം പോലെ ഇടാം. ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെ നല്ല ചുമന്ന തക്കാളി ആയതുകൊണ്ട് ആ പ്യൂരിയുടെ കളർ കണ്ട. അപ്പോൾ അതാണ്, നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. അവനവൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത്. ഇന്ന് കുറേ പിടിച്ചിട്ടുണ്ട് മേളിൽ നിന്ന് കേട്ടോ തക്കാളിയേ. അതുപോലെ എല്ലാ തക്കാളി നിറയിരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും ഓരോന്നൊക്കെ കടിച്ചെടുത്തോണ്ട് പോകുന്നത്. അതുകൊണ്ട് നേരത്തെ പിച്ചിക്കൊണ്ട് വന്നു കേട്ടോ. നമുക്ക് തക്കാളി വെച്ച് വേറൊരു സംഭവം ഉണ്ടാക്കാം. ആർക്കെങ്കിലും അറിയാവോ എന്തോ, തക്കാളി വെച്ച് തോരൻ ഉണ്ടാക്കാം. ഈ പച്ചത്തക്കാളി വെച്ച് അതൊരു ദിവസം ഞാൻ എല്ലാം കൂടെ പിച്ചുന്ന ദിവസം ഞാനത് കാണിക്കാൻ വന്നു കേട്ടോ. തോരൻ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം. ഇത് നല്ലതുപോലെ ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിതിനകത്ത് ചേർക്കേണ്ടുന്നതെന്ന് വെച്ചാൽ അല്പം മഞ്ഞൾപ്പൊടി, എരിയൊക്കെ പനീറിനൊക്കെ വേണമെങ്കിൽ ഇച്ചിരി എരി ചേർക്കുന്നത് നല്ലതാണ്. പക്ഷെ എരി കൂട്ടാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. കുറച്ച് ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണേ. അതൊരു കുറച്ചും കൂടെ ഇടാം കേട്ടോ. ഒരു സ്പൂൺ തികച്ച് ഞാൻ എടുത്തില്ല. 200 ഗ്രാമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ഇച്ചിരി ഒരു ഇച്ചിരി ചാറോടുകൂടി വെക്കാം. നമുക്ക് ചപ്പാത്തി കഴിക്കണ്ടേ, അതുകൊണ്ട് ചാറോടുകൂടി വെക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പുലാവില്ലേ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം ഇത്. ഇനി ഇതൊന്ന് പച്ച ചൊവ മാറിയിട്ട് നമുക്ക് പ്യൂരി ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ചെയ്യുന്ന കണക്കാണോ എന്ന് എനിക്കിത് ചോദിച്ചാൽ ഏകദേശം എല്ലാവരും ഒരുവിധ ഇതേ കണക്കായി. ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടേക്കാം. ഓക്കെ, ഇതിനകത്ത് ഇച്ചിരി ജീരകമേ നല്ലതുപോലെ ഇച്ചിരി ഒന്ന് നമ്മൾ ചിലർ ജീരകം ഉണക്കി അങ്ങനെ അങ്ങ് പൊടിക്കും, ചിലർ വറുത്തിട്ട് പൊടിക്കും. ഇത് വറുത്തത് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആവട്ടെ, ഒരു സ്വല്പം അതിൻ്റെ നല്ല പച്ച ചൊവ നന്നായിട്ട് മാറണം, നല്ലപോലെ മാറണം. വളരെ കുറച്ച് ഇച്ചിരി മാത്രമേ ഞാൻ ഇന്ന് വയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് പ്യൂരി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ ഈ പ്യൂരി എങ്ങനെ ഇരിക്കുന്നതെന്ന്? ഇതിനകത്തൊന്നൊന്ന് എടുക്കട്ടെ. നല്ല കളറിലായി, നല്ല പഴുത്തായിരുന്നു ആ തക്കാളി കേട്ടോ. പിച്ചിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിരുന്നു. അത് ഇന്ന് ഏട്ടൻ പോയി പിച്ചിക്കൊണ്ട് വന്നാണ്. ഇതൊക്കെ ഒളിച്ച് വെച്ചാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോന്നും കൊത്തിക്കൊണ്ട് പോകും കേട്ടോ. ഈവൻ കത്തിരിക്ക അത് ഏതെങ്കിലും ഇങ്ങനെ വന്ന് എടുത്തോണ്ട് പോകുമോ? അതെടുത്തോണ്ട് പോകുന്നു. എന്തോ ചെയ്യാനാ, ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ നിപ്പോണ്ട് മേളിൽ, അത് പിച്ചിക്കൊണ്ട് പോയിട്ട് ഇന്ന് പിച്ചാന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണെന്ന് ചേട്ടൻ പറഞ്ഞു. അത് പിച്ചിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്ത് ചെയ്യും? ഈ തക്കാളിയുടേതിനകത്ത് തന്നെ ഞാനൊന്ന് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കും കേട്ടോ. വേറൊന്നും തോന്നണ്ട, അത് കഴുകുന്നില്ല, കഴുകാതെ. ഇത് നന്നായിട്ടൊന്ന് ഇതിനകത്ത് ആ പച്ച ചൊവ മാറുകയും വെള്ളം ഒന്ന് വറ്റി എണ്ണയും പനീറും ഒക്കെ ഒന്ന് തെളിയണം. അതുകൊണ്ട് ഇച്ചിരി തീ ഒന്ന് കുറച്ച് പതുക്കെ ആക്കി എടുക്കാം. ഇൻ ബിറ്റ്വീൻ ഞാൻ
ആ തക്കാളി അരച്ചതിനകത്ത് തന്നെ ഇട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് നോക്കിക്കോ നിങ്ങൾ എങ്ങനെ പരുവത്തി വരുന്നത്. നല്ല സൂപ്പറായിട്ട് വരണം ഇത് കേട്ടോ. ഒന്നായിട്ട് നമുക്കിനി ചേർക്കേണ്ടുന്നത് വെള്ളമാണ് കേട്ടോ. ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കണം, പക്ഷേ ഇതുവരെ ചേർത്തിട്ടില്ല ഞാൻ. ഏകദേശം ഒരു 2 കപ്പോളം, ഏകദേശമാണ് 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. കൂടുതൽ ചേർക്കാം, കാരണം നമ്മൾ പേസ്റ്റ് മറ്റേ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റൊക്കെ വരുമ്പോഴത്തേന് കുഴപ്പമില്ലാതെ. പിന്നെ നമ്മൾ എന്താണ് ഫ്രഷ് ക്രീം ചേർക്കും, അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ചേർക്കും ഞാൻ. അപ്പം പിന്നെ ഇതങ്ങ് കട്ടിയായിക്കോളുവേ. ഇനി ഞാൻ ഇതിന് ആവശ്യമായ ഒരല്പം ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീയൊന്ന് കൂട്ടിയേക്കാം. നല്ല തിളച്ചിട്ട് നമ്മുടെ പനീറിടാം. ഓക്കെ, നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് നിങ്ങളെനിക്ക് ഷെയർ ചെയ്യുക. നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഉപ്പും കൂടെ ചേർക്കുവാണേ. എനിക്കൊരിച്ചിരി സ്മൂത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല തിള വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ പനീറങ്ങ് ചേർക്കും. പനീറിനകത്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതുകൊണ്ട് ഈ പരുവത്തി നമുക്ക് ചേർത്ത് കൊടുക്കുക. അധികം ഇളക്കി ഇതിനെ പൊടിക്കരുത്. അപ്പോൾ ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. അതങ്ങ് വറ്റിക്കോളും. ഒരല്പനേരം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അരച്ച് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങ് എടുക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പല്ലേ, ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങോട്ടങ്ങ് ഇട്ടാൽ മതി കേട്ടോ. പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്തേക്കണേ കേട്ടോ. ലേശം വെള്ളം ഒഴിച്ചത്. ഞാനാണെങ്കിൽ ഇവിടെ അറിയാമല്ലോ നിങ്ങൾക്ക്, എന്തും നമ്മൾ കഴുകി ആ ജാറ് കഴുകി ഒഴിക്കും. അതിനകത്തൊക്കെ അതിൻ്റെ അംശങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇത് എസ്പെഷ്യലി നമ്മുടെ അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ നീ ഇതങ്ങ് കുറുകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത്. നിങ്ങളിതേ രീതിയിലല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതി മനസ്സിലാകത്തില്ലേ. അപ്പം അതേ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കും. ഞാൻ പലരുടെയും വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്നതിന്. ഞാനങ്ങ് ഒഴിച്ചത്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റാണ് ഉപ്പ്. വെള്ളം കൂടിപ്പോയെന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ടത്, കുറുകിക്കോളൂ. സൂപ്പറാണിത്, സൂപ്പർ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. മസ്കറ്റിൽ വെച്ച് നോർത്ത് ഇന്ത്യൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നതല്ലേ ഇത്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് 3 years ഡെപ്യൂട്ടേഷന് വരുന്ന ഒട്ടുമിക്ക പേരും നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ അവർ ഇപ്പം എൻ്റെ റൂമിൽ വേറെ 2 ഒരു സാറും ഒരു മാഡവും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ സാറിൻ്റെ വീട്ടിൽ നിന്ന് വൈഫ് എപ്പോഴും പനീറുണ്ടാക്കി എനിക്കും കൂടെ കൊടുത്തു വിടും. പനീറുണ്ടാക്കുന്ന ദിവസം എനിക്കും കൂടെ കൊടുത്തു വിടും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പനീർ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. അവരെ ഉണ്ടാക്കുന്ന നല്ല സ്പൈസിയാണ്. കാരണം പുള്ളിയുടെ പേര് ദീപക് എന്നാണ്. ദീപക്ജിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരി, നല്ലപോലെ കഴിക്കും. അപ്പം എനിക്കും ഇഷ്ടമായി. എനിക്ക് എരി ഇഷ്ടമാണ് കേട്ടോ. നമ്മളിവിടെ കഴിക്കത്തില്ലെന്നും പറഞ്ഞ് എനിക്ക് പേഴ്സണലി എരി ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലൊക്കെ നല്ലപോലെ എരി കൂട്ടുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എരി കുറയ്ക്കാൻ തുടങ്ങിയത്.
കാരണം നമ്മൾ എരി കുറച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഒരല്പം ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ നമുക്ക് ചേർക്കാം. കുറച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇതാ ഞാൻ ചേർക്കുന്ന കണ്ടല്ലോ എത്രയാന്ന്. അല്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ ഇനിയുണ്ട്. ഒന്ന് നമ്മുടെ ഫ്രഷ് ക്രീം, 2 മല്ലിയില. ഇതിനകത്ത് ഇനി ഇത്തിരി ഒരു ലേശം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അടിപൊളി, നല്ല മണം വരുന്നു, നല്ല മണം വരുന്നു. ഇനി അതിനകത്ത് ചേർക്കാൻ പോകുന്നത് പരുവായി. ഇനി ഞാൻ ചേർക്കുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മല്ലിയില ചേർക്കുന്നത്. ഞാൻ ചേർക്കുന്നത് ഫ്രഷ് ക്രീം. വാവ് പറയേണ്ടി വരും പിന്നെ കേട്ടോ. വാവ്, നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കേ. കുറച്ച് അപ്പം അടിപൊളി. ഇനി മല്ലിയില അത് ഒരു നുള്ള സമയം കൂടെ കഴിയട്ടെ കേട്ടോ. ഒരു കാര്യവും കൂടി ഇടുമ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി. അപ്പം ഞാനിത് എളുപ്പം ഇടാൻ പോവാണ്. എന്താണെന്നറിയണ്ടേ? നമ്മുടെ മല്ലിയില ഇട്ടേക്കേ. നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. ഓക്കേ, കണ്ടല്ലേ നമ്മുടെ പനീർ ബട്ടർ മസാല. ഇതേപോലെ എല്ലാവരും വെച്ച് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കേ, ബൈ.